ഹരിയാന നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് തുടരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 11 മണി വരെ 22.70% വോട്ട് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി, മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ തുടങ്ങിയ പ്രമുഖരും വോട്ട് ചെയ്തു. 2.03 കോടി വോട്ടർമാർ ഉള്ള ഹരിയാനയിൽ 1031 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്ന BJPയും പ്രതിപക്ഷമായ കോൺഗ്രസും തമ്മിലാണ് ഹരിയാനയിൽ വാശിയേറിയ പോരാട്ടം. ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 90 മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. സംസ്ഥാനത്താകെ സജ്ജീകരിച്ചിട്ടുള്ള 20,629 ബൂത്തുകളിൽ രാവിലെ 7-ന് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6-ന് അവസാനിക്കും. BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വീറും വാശിയും പ്രകടമായിരുന്നു. हरियाणा के अंदर बना कांग्रेस की झूठ की राजनीति थी, उसको नकार दिया है। लोकसभा के अंदर उन्होंने झूठ बोला कि संविधान खत्म हो जाएगा, आरक्षण खत्म हो जाएगा। सबसे बड़ा चेहरा आरक्षण खत्म करने का अगर किसी का सामने आया है तो राहुल गांधी का है. കോൺഗ്രസുമായി സഖ്യത്തിലുള്ള CPM ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. BJPയുടെ സിറ്റിംഗ് സീറ്റായ ഭിവാനിയിലാണ് CPMന്റെ ഏക സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ഹരിയാന രാഷ്ട്രീയത്തിൽ തിരിച്ചുവരാൻ ശ്രമിക്കുന്ന INLDക്കൊപ്പം BSP സഖ്യത്തിലാണ് മത്സരം. മുൻ മുഖ്യമന്ത്രി ദുഷ്യന്ത് ചൌട്ടാല നയിക്കുന്ന ജനനായക് ജനതാ പാർട്ടിയും ആസാദ് സമാജ് പാർട്ടിയും സഖ്യം ചേർന്ന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അതേസമയം ജാതി സമവാക്യങ്ങൾ സ്വാധീനം ചെലുത്തുന്ന ഹരിയാന രാഷ്ട്രീയത്തിൽ ജാട്ട് വിഭാഗത്തിന്റെ വോട്ട് നിർണായകമാണ്. മൊത്തം ജനസംഖ്യയുടെ 27% ജാട്ട് വോട്ടുകൾ 37 സീറ്റുകളിലെ ഫലത്തെ സ്വാധീനിക്കും. അഗ്നിപത് പദ്ധതി, കർഷകരുടെ പ്രതിഷേധം, ഗുസ്തി താരങ്ങളുടെ സമരം എന്നിവ മുൻനിർത്തി BJPയെ നേരിടാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ അഗ്നിവീറുകൾക്ക് ജോലിയും സ്ത്രീകൾക്ക് പ്രതിമാസം 2100 രൂപയും 24 നാണ്യവിളകൾക്ക് താങ്ങുവിലയും പ്രഖ്യാപിച്ച് BJP കോൺഗ്രസിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. ജനം, ഡൽഹി.